എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നളമഹാരാജാവിൻ്റെയും ദമയന്തിയുടെയും ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ദമയന്തിയെ ഉപേക്ഷിച്ച് നളൻ അവിടെ നിന്ന് കടന്നു കളയുന്നതും ദമയന്തി വീണ്ടും തിരിച്ച് വിദർഭയിലെത്തുന്നതും നളനെ കാത്തിരിക്കുന്നതൊക്കെ നമ്മൾ പറയേണ്ടായി. ഈ സമയത്ത് നളൻ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം പരിഗണിക്കുമ്പോഴാണ് അവിടെ പുതിയൊരു കഥാപാത്രത്തെ നമ്മൾ കാണുന്നത്. അദ്ദേഹം അഷ്ടനാഗങ്ങളിൽപ്പെട്ട കശ്യപൻ്റെയും കദ്രുവിൻ്റെയും മകനായിട്ട് പിറന്ന കാർക്കോടകൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സർപ്പാണ്. അദ്ദേഹത്തിൻ്റെ കഥ കൂടെ നമുക്ക് നളചരിതമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ നളചക്രവർത്തി കാട്ടിലൂടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു നിലവിളി ശബ്ദം കേട്ടു എന്നാണ്. ആ നിലവിളി കേട്ട ദിക്കിലേക്ക് അദ്ദേഹം ഓടിപ്പോയപ്പോൾ അദ്ദേഹം കണ്ടത് നല്ല കാട്ടുതീ ഇങ്ങനെ എരിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാട്ടുതീക്കകത്തതാ ഒരു സർപ്പം പകുതി വെന്ത ശരീരമായിട്ട് കിടന്ന് ഇങ്ങനെ പൊളയുകയാണ്. എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ആ പാവം സർപ്പം നിലവിളിക്കുന്നത് അദ്ദേഹം കേട്ടു. അദ്ദേഹത്തിന് ദേവന്മാരുടെ അനുഗ്രഹമുണ്ട്, ഈ അഗ്നിയൊന്നും ദേഹത്തെ ഏൽക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ സിദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ പാവം കാർക്കോടകനെ കൊണ്ടുവന്ന് പുറത്തിട്ട് രക്ഷിച്ചു. പുറത്തെത്തിയപ്പോൾ കാർക്കോടകൻ പറഞ്ഞു, രാജാവേ, അങ്ങ് എന്നെ രക്ഷിച്ചതിൽ എനിക്ക് അതിയായിട്ടുള്ള നന്ദിയുണ്ട്. അങ്ങ് എനിക്ക് വേണ്ടി ഒരു സഹായം കൂടെ ചെയ്യണം. അങ്ങ് 1 മുതൽ 10 വരെ എണ്ണണം എന്ന് പറഞ്ഞു. അപ്പോൾ നളൻ വിചാരിച്ചു ഇയാളിപ്പോൾ രക്ഷപ്പെടുത്തുകയും ചെയ്തു, ഇതിപ്പോൾ എണ്ണിപ്പിക്കണം എന്തിനാന്ന് കരുതിയിട്ട് നളൻ എന്തായാലും പറഞ്ഞതുപോലെ ഏക എന്നൊക്കെ പറഞ്ഞ് സംസ്കൃതത്തിൽ എണ്ണാൻ തുടങ്ങിയപ്പോൾ 10 എന്നുള്ളതിന് സംസ്കൃതത്തിൽ ദശ എന്നാണ് പറയുക. ഈ ദശ എന്നുള്ള ശബ്ദം എപ്പോഴാണോ നളൻ ഉച്ചരിച്ചത് ആ സമയത്ത് ദംശിച്ചു കാർക്കോടകൻ നളനെ എന്നാണ്. ഈ കാർക്കോടകൻ എന്ന് പറയുന്ന നാഗം അല്ലെങ്കിൽ സർപ്പം നളനെ പോയി കടിച്ചു. ഇത് കടിച്ചതോടുകൂടി നളൻ്റെ രൂപമൊക്കെ മാറാൻ തുടങ്ങി. അതുവരെ വെളുത്ത് തുടുത്ത് സുന്ദരനായിട്ടുള്ള നളനാണെങ്കിൽ ഇപ്പോൾ കറുത്തവും നീലയുമായിട്ടുള്ള നിറത്തിലേക്ക് അദ്ദേഹം ആകെ അങ്ങോട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ആ ഭാവത്തിന് ഒരു പേരും കൊടുത്തു കാർക്കോടകൻ. ഇനി മേലാൽ നിങ്ങൾ ബാഹുകൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. അപ്പോൾ നളന് വലിയ സങ്കടമായി. 1ാമത് രാജ്യം പോയി, ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ പോയി, ആകെ സ്വന്തമായിട്ടുണ്ടായിരുന്നത് ഈ രൂപമായിരുന്നു, ഇപ്പം അതും പോയി. ഇനിയിപ്പോൾ എന്താണ് പോകാൻ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞ് നിന്നെ സഹായിച്ച് എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ആ കാർക്കോടകൻ അദ്ദേഹത്തോട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങേക്ക് കലിബാധ ഉണ്ടായിരുന്നു. എൻ്റെ ഈ ദംശനത്തിലൂടെ അങ്ങേക്ക് കലിബാധ ഇനി ഉണ്ടാവില്ല. അതിനുവേണ്ടി അങ്ങ് ചെയ്യേണ്ടത് ഈ ബാഹുകൻ എന്നുള്ള വേഷം ധരിച്ചുകൊണ്ട് അങ്ങ് അയോധ്യയിൽ പോകണം. അവിടെ ഋതുപർണൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവിനെ അങ്ങ് സഹായിക്കണം. അദ്ദേഹത്തിൻ്റെ കുതിരക്കാരനായിട്ടും സാരഥിയായിട്ടൊക്കെ നിന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആദ്യ ഹൃദയം എന്ന് വിളിക്കപ്പെടുന്ന ചൂതുകളിയിൽ ജയിക്കാനുള്ള മന്ത്രം അങ്ങ് സ്വന്താക്കണം. മറിച്ച് അദ്ദേഹത്തിന് തിരിച്ച് സഹായമായിട്ട് അങ്ങേക്കറിയാവുന്ന അശ്വഹൃദയം എന്ന് പറയുന്ന മന്ത്രം തിരിച്ച് ഋതുപർണനും അങ്ങ് ഉപദേശിക്കണം. ഇതിലൂടെ അങ്ങയുടെ കലിബാധ പൂർണ്ണമായിട്ടും മാറും. ഒപ്പം തന്നെ എൻ്റെ ഈ കയ്യിലുള്ള വസ്ത്രങ്ങൾ അങ്ങ് ധരിക്കുകയാണെങ്കിൽ അങ്ങേക്ക് പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഈ കാർക്കോടകൻ നളനെ അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു സ്ഥലത്ത് ഹംസം വന്ന് നളനെയും ദമയന്തിയെയും തമ്മിൽ ഒരുമിപ്പിക്കുന്നു. ഇവിടെ വീണ്ടും നളനെയും ദമയന്തിയെയും തമ്മിൽ ഒരുമിപ്പിക്കാനുള്ള ഒരു ഹേതുവായിട്ട് മാറിയത് ഈ കാർക്കോടകൻ എന്ന് വിളിക്കപ്പെടുന്ന നാഗമാണ്, അല്ലെങ്കിൽ സർപ്പാണ്. അതിൻ്റെ കരുണ കൊണ്ടാണ്. പണ്ട് നാരദ മഹർഷിയുടെ നിന്ന് ശാപം കിട്ടിയിട്ടുണ്ട്. നളനെ ശാപമോക്ഷത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശാപമായിരുന്നു ഈ പകുതി വന്ന ശരീരം എന്നൊക്കെയാണ് കഥ. എന്തായാലും അത് അദ്ദേഹം വിധിയാവണ്ണം വേണ്ട പോലെ നളന് ചെയ്തു കൊടുത്തു. നളൻ്റെ രൂപമൊക്കെ മാറി. ഇനി ഒരാൾക്കും തിരിച്ചറിയില്ല ഇത് നളനാണെന്ന്. ആ പഴയ വേഷത്തിലേക്ക് നളൻ എപ്പോഴാണോ തിരിച്ചു പോകുന്നത്, ആ സർപ്പം കൊടുത്ത വസ്ത്രം എപ്പോഴാണോ ധരിക്കുന്നത്, അപ്പോഴേ പഴയ നളനെ ഇനി കാണാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് തിരിച്ചറിയാത്ത തരത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റി, ഒരു വ്യക്തിത്വം ഉണ്ടായതിൽ അദ്ദേഹം സന്തോഷിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് അയോധ്യയിലേക്ക് പോയി അവിടുത്തെ രാജാവായിരുന്ന ഋതുപർണനെ കാണുന്നത് വരെയാണ് ഇന്നേ ദിവസം നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ നളചരിതം കഥയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് നമുക്ക് പരിഗണിക്കാം ഈ കാർക്കോടകനെ. കാരണം കാർക്കോടകനാണ് പിന്നീട് നളൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാർക്കോടകൻ്റെ ഒരു ഇടപെടലാണ് ദമയന്തിയെപ്പോലും വീണ്ടും തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യം നളൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹമാണ് പറഞ്ഞു കൊടുത്തത് താൻ ഇനി വീണ്ടും ഈ പുഷ്കരൻ്റെ അടുത്ത് പോയിട്ട് ഈ ചൂത് കളിക്കുന്ന സമയത്ത് ഇനിയും തോക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ചൂതുകളിയിൽ ജയിക്കാനുള്ള ആദ്യ ഹൃദയം എന്ന് പറയുന്ന മന്ത്രം അയാളുടെ അടുത്ത് പോയിട്ട് പഠിച്ചിട്ട് വരുമെന്ന്.
അപ്പോൾ വെറുതെ പോയിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു വിദ്യ പഠിച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ, തിരിച്ചെന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണമല്ലോ. അതിന് പകരം തൻ്റെ കയ്യിലുള്ള അശ്വഹൃദയം എന്ന് പറയുന്ന മന്ത്രം അങ്ങോട്ടും കൊടുത്തോളാൻ പറഞ്ഞു. അത്ര നല്ല തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്താണ് നളമഹാരാജാവിനെ കാർക്കോടകൻ യാത്രയാക്കുന്നത്. അങ്ങനെയുള്ള ആ കാർക്കോടൻ്റെ കഥ ഇന്നേ ദിവസം നമ്മൾ അനുസ്മരിച്ചു. നാളെ ഈ കാർക്കോടകൻ്റെ ഉപദേശപ്രകാരം എത്തിയിട്ടുള്ള നളനും ഋതുപർണനും തമ്മിലുള്ള സൗഹൃദവും എങ്ങനെയാണ് വീണ്ടും തിരിച്ച് ആ ദമയന്തിയെ നളൻ സ്വന്തമാക്കിയത് എന്നിവിടെ പറഞ്ഞ് നമുക്ക് ഈ നളചരിതം അവസാനിപ്പിക്കാം. അപ്പോൾ നാളെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.